ഈ അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ പോക്സോ കേസിൽ അമ്മയും കൂട്ടുപ്രതിയാകേണ്ടതില്ലേ? ഞാൻ ഈ കണക്കുകൾ നോക്കുമ്പോൾ 2025 ജനുവരി മുതലുള്ള കണക്കുകൾ നോക്കുമ്പോൾ 6 കേസുകളിലാണ് കുട്ടികൾ ഇതുപോലെ ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഈ കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ആദ്യമേ പറയട്ടെ, നമ്മൾ ഈ സംഭവം അറിയുമ്പോൾ എല്ലാവരും പറയുന്നതാണ് ഇതിങ്ങനെ സംഭവിക്കുമോ. നമുക്ക് ഗവേഷണം പറഞ്ഞു തുടങ്ങിയത് തന്നെ വളരെ ഹൃദയവേദനയോടെയാണ്, നെഞ്ച് കീറുന്ന വേദനയോടെയാണെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനെ എത്ര വാക്കുകൾ കൊണ്ട് നമ്മൾക്ക് വിവരിച്ചാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പിന്നെയും പിന്നെയും തുടരുന്നു എന്നുള്ളത് നമുക്ക് പുതിയ നിഘണ്ടു വല്ലതും കണ്ടുപിടിക്കേണ്ടി വരും തോന്നുന്നു. പുതിയ വാക്കുകൾ വല്ലതും വേണ്ടി വരും. അത്രമാത്രം പരിതാപകരമായ ഒരു അവസ്ഥ, പരിതാപകരമായ ഒരു സാഹചര്യമാണ് നമുക്ക് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, ഇപ്പോൾ അമ്മ അറിഞ്ഞിട്ട് അമ്മ ഇത് പോലീസിനോട് റിപ്പോർട്ട് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായും അമ്മയും ഇതിനകത്ത് കൂട്ടുപ്രതിയാകും. അമ്മയ്ക്കെതിരെ നിയമം പറയുന്നത് ഒരാൾ ഇത്തരം വയലൻസിനെ കുറിച്ച് അറിഞ്ഞ് പോലീസിനോട് അത് അറിയിക്കാതിരുന്നാൽ അത് 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകരമായിട്ടാണ് പറയുന്നത്. അറിഞ്ഞിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യാതിരുന്നാൽ. അതിനോടൊപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചാൽ അതിന് വേറെയാണ് ശിക്ഷ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ലൈംഗിക അതിക്രമത്തിനെ കുറിച്ച് അമ്മ അറിഞ്ഞിട്ടും അവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, മേൽ നടപടികൾ സ്വീകരിക്കുക ചെയ്തിരുന്നാൽ തീർച്ചയായും അമ്മയ്ക്കെതിരെ അത് ശിക്ഷാർഹമായ ഒരു കുറ്റകൃത്യം ആയിട്ട് തന്നെയാണ് പോക്സോ ആക്ട് കാണുന്നത്. പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇപ്പം വാർഡ് മെമ്പർ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ അവർക്കൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളാണ്. ഡോക്ടർ സൗമ്യ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾവേസ് നോട്ട് മെൻ്റൽ ഇൽനെസ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അതിനൊരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ അവർക്ക് കഴിയാതെ വന്നതാണോ എന്നുള്ളതും കൂടെയൊക്കെ ഒന്ന് അവരുടെ ശരിക്കും ഒരു മെഡിക്കൽ ഇവാലുവേഷൻ ഇക്കാര്യത്തിൽ അവരുടെ അതിൻ്റെമായി ബന്ധപ്പെട്ടുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളത്.